ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേരാണ് ഈസ ബേബി എന്ന് അമ്മ പറയും. ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയോ? അമ്മാനെ വിളിച്ച് ഉറക്കം എണീപ്പിക്കും. അമ്മ എണീറ്റല്ലോ. എന്നിട്ട് അമ്മാനെ കൊണ്ട് മസാജൊക്കെ ചെയ്യിപ്പിച്ച് മുഖവും കൈയും കാലും ഒക്കെ അമ്മ മസാജ് ചെയ്ത് തരും. ഉടായ്പ് മസാജാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അമ്മയുടെ ഉടായ്പ് കണ്ടുപിടിച്ചതിന് ഒരു കടിയും കൊടുത്തു. പിന്നെ ഞാനും അമ്മായും കൂടി കുറച്ച് നേരം ലവിഡവി ചെയ്തു, കിഷി കൊടുത്തു. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മമ്മി കടിക്കാൻ നോക്കിയപ്പോൾ മമ്മി ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു. കുഴപ്പമില്ല. ഇനി മമ്മിയുടെ കോപ്രായങ്ങളാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പട്ടി ഷോ. എൻ്റെ ഷോ ഇല്ല, ഇത് മമ്മിയുടെ ഷോ. കണ്ടോ, ഇതൊക്കെ ഞാനാണ് മടക്കി വെക്കുന്നത്. ഇന്ന് വീഡിയോയിലേക്ക് വേണ്ടി മമ്മി അങ്ങ് ചെയ്യാൻ നോക്കുന്നു. എന്നാലും ഞാൻ പറഞ്ഞു, അയ്യോ മമ്മി ഞാൻ ചെയ്യാം. മമ്മി പുതപ്പ് ഞാൻ മടക്കിക്കോളാം മമ്മി, പ്ലീസ് മമ്മി. കണ്ടോ, മമ്മി സമ്മതിക്കത്തില്ല. കെയറിങ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇതൊക്കെ ചുമ്മാ മമ്മിയുടെ ഉടായ്പകളാണ്. അങ്ങനെ മമ്മിയുടെ ആ കോപ്രായങ്ങളെല്ലാം കഴിഞ്ഞു. മുടിയൊക്കെ കെട്ടാനുള്ള ശ്രമം ചുമ്മാ. ഈ തുണി ഗൈസ് നിങ്ങൾക്കറിയോ, 3 ദിവസമായി കട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് തള്ളെടുത്ത് വെച്ചത്. അതിന് പകരമായിട്ട് തള്ളേരോട് ചെയ്യുന്ന കണ്ടോ. എന്താ ഈ തള്ള ഉദ്ദേശിക്കുന്നേ? അയ്യോ പോലെ ഞാനും വരുന്നു. തള്ളയുടെ ബിരിയാണി ആയത് അപ്പുറത്തെ ആൻറ്റി കൊടുത്തതാ. എനിക്കൊന്നുമില്ല ഗൈസ്, അത് കണ്ടു. എൻ്റെ ആഹാരം പച്ചക്കറികളും മാത്രമാണ്. കുറേ ക്യാരറ്റും പപ്പായയും മധുരക്കിഴങ്ങും പുഴുങ്ങിത്തരലാണ് ഈ തള്ളയുടെ മെയിൻ ജോലി. അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞേ? അയ്യോ, നിങ്ങൾക്കറിയാം ഇപ്പം എന്താ പറയുന്നതെന്ന്. മമ്മ വിളിച്ച് മമ്മയുടെ അടുത്ത് പോയില്ലെങ്കിൽ നാളെ തൊട്ട് എന്നെ പട്ടിണിക്ക് ഇടുമെന്ന്. എനിക്ക് നീതി വേണം ഗൈസ്, നീതി. മമ്മ നിങ്ങൾ എങ്ങനെയാണ്? ശരി ഗൈസ്, ഈ തള്ള എന്നെ സമ്മതിക്കില്ല. ഞാൻ തള്ളയെടുത്ത് പോട്ടെ. ഓക്കെ ബൈ. മമ്മ ഞാൻ വരുന്നു. ഓക്കെ ഗൈസ്, ശരി. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും അഭിപ്രായം കാണണമെങ്കിൽ ഓക്കെ ബൈ.